Where are you from? That's a question people ask each other quite often. It's an easy way to establish an initial conversation, especially if you are a Malayali. Naatilevidiya, that's a typical one-liner any Mallu who lives outside Kerala might have heard. So as a person who lived outside and studied outside, this is one question I have also encountered. അപ്പോൾ മനസ്സിൽ വരുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. But I would like to be called a person from Palakkad. So why Palakkad? നമ്മുടെ നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ട്, പാലക്കാട് ഒരു നല്ല മനസ്സുള്ള ആൾക്കാരാണെന്ന്. അതൊരു കാര്യം. ബട്ട് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ്, പാലക്കാട് എന്ന് പറയുമ്പോൾ ഒരു ഫീലാണ് പാലക്കാട്. യക്ഷിയുടെ പാലക്കാട്, പാലപ്പൂവിന്റെ ഗന്ധമുള്ള പാലക്കാട്, കരിമ്പനയുടെ സീൽക്കാരമുള്ള പാലക്കാട്, സർപ്പക്കാവും തെയ്യവും കുമ്മാട്ടിയും അന്ധവിശ്വാസങ്ങളും മാടനും മറതയും ഒക്കെയുള്ള പാലക്കാട്. അപ്പൊ പാലക്കാട് എന്റെ വീടിന്റെ കുറച്ചകലെയായി എനിക്കൊരു ഹാങ് ഔട്ട് സ്പോട്ട് ഉണ്ടായിരുന്നു. ഏകാന്തത തളം കെട്ടി നിൽക്കുന്ന ഒരു 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 നല്ലൊരു ഹാങ് ഔട്ട് സ്പോട്ട്. ഏകാന്തത ഒന്നും പറയാൻ പറ്റില്ല, നല്ല പാലക്കാടൻ കാറ്റും കരിമ്പനയുടെ സീൽക്കാരും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെ എനിക്കൊരു മുത്തി ഉണ്ടായിരുന്നു. മുത്തി എന്ന് പറഞ്ഞാൽ ഈ മുത്തശ്ശിയുടെ ഷോർട്ട് ഫോം ആണ് മുത്തി. പക്ഷെ പാലക്കാടൻ ഭാഷയിൽ മുത്തി എന്ന് പറഞ്ഞാൽ പല്ലൊക്കെ കൊഴിഞ്ഞ് നല്ല വയസ്സായിട്ടുള്ള ഒരു ആളെയാണ് നമ്മൾ മുത്തി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ പല്ലൊക്കെ കൊഴിഞ്ഞ് കാതിൽ വലിയ കമലൊക്കെ ഇട്ട് നല്ല വെളുത്ത മുണ്ടും നെരിതൊക്കെ കൊടുത്ത് ഒരു സുന്ദരി മുത്തി. She lived alone in a house nearby and I have never seen anybody else there. ആ വീടിന്റെ കുറച്ച് മുൻഭാഗത്തായിട്ടാണ് എന്റെ ഫേവറേറ്റ് പാറക്കൂട്ടം. അതിന് മുന്നിലൂടെ ഒരു റെയിൽ പാളമുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ട്രെയിൻ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അന്നൊക്കെ ഒരു ട്രെയിൻ കണ്ട് അതിലുള്ള അജ്ഞാതരായ സഞ്ചാരികൾക്ക് ഒരു ടാറ്റ കൊടുക്കാന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റി ആയിരുന്നു. ബട്ട് ദ ഹൈലൈറ്റ് ഓഫ് ഓൾ ദീസ് there was a പാലമരം. മുത്തിയുടെ വീടിന്റെ മുന്നിലായിട്ട് ഒരു വലിയ പാലമരം ഉണ്ടായിരുന്നു, ഒരു യക്ഷിപ്പാല. പടർന്ന് പന്തലിച്ച് ഒരുപാട് പൂക്കളൊക്കെ ഉതിർക്കുന്ന ഒരു കൂറ്റൻ സെൻഷ്യസ് യക്ഷിപ്പാല. അതിനോട് ചേർന്നൊരു സർപ്പത്തിന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. സർപ്പക്കാവെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ ഇന്നും തിരിയെത്തിക്കും. നമ്മുടെ മുത്തയാണ് തിരിയെത്തിക്കുന്നത് എല്ലാ ദിവസം മുടങ്ങാതെ. അപ്പൊ കരിമ്പനയുടെ സീൽക്കാരവും പിന്നെ പാലപ്പൂവിന്റെ ഗന്ധവും പാലക്കാടൻ കാറ്റും ഒക്കെയുള്ള ഒരു യക്ഷി സിനിമയുടെ എല്ലാ സെറ്റിങ്സും ഉള്ള ഒരു മുറ്റൻ ഹാങ് ഔട്ട് സ്പോട്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്രിസ്മസ് വെക്കേഷന് ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ സ്ഥിരം ഹാങ് ഔട്ട് സ്പോട്ടിലെത്തി. ഒറ്റയ്ക്കിരിക്കുമ്പോ കാറ്റിനും പാലപ്പൂവിനും ഒക്കെ ഒരു പ്രത്യേക ഒരു മിസ്റ്റീരിയസ് ഫീലാണ്. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിങ്ങനെ ഞാൻ അങ്ങനെ ഒരു പകൽ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മുത്തി എന്റെ അടുത്ത് വന്ന്, കുറെ നാളായുള്ള കുട്ടിയെ കണ്ടിട്ട് എവിടെ പോയി? I was taken aback. I thought she never noticed me. മുത്തിയെ അടുത്ത് കണ്ടപ്പോഴാണ് ആളൊരു സുന്ദരി തന്നെ. നല്ല ഗോതമ്പിന്റെ നിറവും മുറുക്കി ചൊപ്പിച്ച ചുണ്ടും പിന്നെ കാതിലെ കടുക്കനും. She was beautiful. After that day we started talking and she would wait for me in the evenings. Just the two of us spent many evenings together. ഓരോ ദിവസം മുത്തി എന്നോടൊരു കഥ പറയും. പക്ഷെ മുത്തിയുടെ കഥയിലൊക്കെ ഒരു മെയിൻ കഥാപാത്രമുണ്ട്, അത് യക്ഷിയാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം പറഞ്ഞൊരു കഥയാണ് ഈ കഥ, നീലിയുടെ കഥ. നീലി യക്ഷിയായ കഥ, പാലപ്പൂവിന്റെ ഗന്ധമുള്ള മാതക യക്ഷി. അവളുടെ താമസം അങ്ങ് കരിമ്പനയുടെ മുകളിലാണ്, ഒരു ഇമാജിനറി പാലസിൽ. അപ്പൊ നാഗർകോവിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെയായിരുന്നു നമ്മുടെ നീലിയുടെ താമസം. നല്ല വടിവൊത്ത ശരീരവും പേടമാൻ കണ്ണുകളും ഒക്കെയുള്ള ഒരു മാതക സുന്ദരി, അന്നാട്ടിലെ പുരുഷന്മാരുടെ സ്വപ്ന സുന്ദരി. അവളൊരു ദേവദാസിയായിരുന്നു. ദേവദാസി ഈസ് എ ഡിഗ്നിഫൈഡ് വേർഷൻ ഫോർ എ പ്രോസ്റ്റിറ്റ്യൂട്ട്. അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അന്നാട്ടിലെ ഒരു പ്രമാണിയുമായിട്ട്, നമ്പി. അതായിരുന്നു അയാളുടെ പേര്. He belonged to the upper caste society while Neeli was from the lower strata. And that was the time when caste system was prominent in the society. The same old romance unfolded and they started living together. നമ്പിയുമായിട്ടുള്ള പ്രണയം കാരണം ദേവദാസി പണിയിൽ അവൾക്ക് തീരെ താല്പര്യമില്ലാതെയായി. Her mother started worrying about this because they made a living out of it. The mother became the villain in their love story.
She hatched a plan to bring Nambi under her control by casting a spell. നമ്മുടെ നാട്ടിലെ കൂടോത്ര പരിപാടിയൊക്കെ കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. അങ്ങനെ നമ്പി അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോൾ she grabbed all his wealth and forced her daughter to ditch the penniless Nambi. പക്ഷെ പ്രണയം തലയ്ക്ക് പിടിച്ച നീലി അതിന് തയ്യാറായില്ല. അങ്ങനെ ഒരു ദിവസം തക്കം നോക്കിയിരുന്ന നീലിയുടെ അമ്മ അവളില്ലാത്ത സമയം നോക്കി നമ്പിയെ വീടിന് പുറത്താക്കി. തിരിച്ചു വന്ന് നമ്പിയെ കാണാതെ മനം നൊന്ത് നീലി വീട് വിട്ടിറങ്ങി. വഴിയരികിൽ വെച്ച് നമ്പിയെ അവൾ കണ്ടുമുട്ടി. She pleaded forgiveness and the lovebirds decided to live together. So Neeli was pregnant during that time with Nambi's child. അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര തുടങ്ങി. കള്ളിമുൾക്കാടിനുള്ളിലൂടെയുള്ള യാത്രയാണ്. കുറേ ദൂരം നടന്ന് അവർ ക്ഷീണിച്ചപ്പോൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. സുന്ദരിയായ നീലി അവളുടെ കാമുകന്റെ മടിയിൽ തലചായ്ച്ച് അങ്ങ് മയങ്ങിപ്പോയി. പക്ഷെ നമ്പിയുടെ മനസ്സിൽ പ്രതികാരമായിരുന്നു. തന്റെ പണം തട്ടിയെടുത്ത നീലിയുടെ അമ്മയോടുള്ള പ്രതികാരം. അതിന്റെ ദേഷ്യം നീലിയോടും. അരിശം മൂത്ത നമ്പി പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. അടുത്ത് കിടന്ന ഒരു വലിയ കരിങ്കല്ലെടുത്ത് നീലിയുടെ തല തല്ലിപ്പൊട്ടിച്ചു. കള്ളിമുൾ ചെടികൾ രക്താഭമായി. അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പ് കണ്ണീരോടെ നീലി നമ്പിയെ ശപിച്ചു. കള്ളിമരം സാക്ഷിയായി. ഈ ചതിക്ക് ദൈവം പകരം ചോദിക്കും. അങ്ങനെയാണ് നീലി കള്ളിയങ്കാട്ട് നീലിയായത്. Later, Nambi manages to rob all her jewelry, planning to sell it and start a new business and a new life. But a fatal fate awaits him. He dies on his way back due to a snake bite. Neeli had a brother. He sets out in search of her and finds her dead. നീലിയുടെ മരണത്തിൽ മനം നൊന്ത് അയാളും തന്റെ ജീവൻ ഒടുക്കി. ഒരു വലിയ ദീർഘനിശ്വാസം എടുത്ത് മുത്തി പറഞ്ഞു. പിന്നീട് ഈ നീലിയാണ് കള്ളിയങ്കാട്ട് നീലിയായി പ്രത്യക്ഷപ്പെടുന്നത്. പ്രതികാരദാഹിയാണവൾ. പ്രണയം മൂലം ചതിക്കപ്പെട്ടവൾ. വെറ്റില ചെല്ലവുമായിട്ടാണ് അവളുടെ നടപ്പ്. ചുവന്ന തൊടുത്ത ചുണ്ട്, പനങ്കുല പോലത്തെ മുടി, നല്ല വടിവൊത്ത ശരീരവും, ഏതൊരു പുരുഷന്റെയും ഉറക്കം കെടുത്തുന്ന മാതക സൗന്ദര്യം. യക്ഷി. പുരുഷന്മാരുടെ ചോരയൊട്ടിക്കുടിച്ച് അവരുടെ കുടൽമാല കഴുത്തിലണിഞ്ഞ് പ്രതികാരം തീർക്കുന്നവൾ. She became the epitome of monstrosity and sensuousness. She appears as a temptress, lures men to her palace. നേരത്തെ പറഞ്ഞില്ലേ, കരിമ്പനയുടെ മുകളിലുള്ള ഒരു ഇമാജിനറി പാലസ്. So it became a testament to the fragility of love and inevitability of destiny. Kalyangatte Neeli lives on, symbolic of a cautionary tale of passion, desire, and revenge. That's all from me today. Signing off for now. Stay tuned for another exciting folk tale from God's own country next week.